Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന കമ്മൽ ഇതാണ്. സൂപ്പർ ഡൂപ്പർ അടിപൊളി റെഡ് കളർ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കമ്മലാണ്. അപ്പോൾ അതിനെടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. മെയിൻ ആയിട്ട് ചെയിനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഗോൾഡൻ കളർ ചെയിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ. അതായത് നമുക്ക് പല ഡിസൈനിലും ചെയിൻ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ചെയിനാണ്. ഇതേപോലെ തന്നെ അത് വേറൊരു ടൈപ്പാണ്. റിങ് ആയിട്ട് ഉള്ളത്. ഇതും വേറെ അതേപോലെ തന്നെ നമ്മൾ ഈ ബാക്ക് ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന പോലെയുള്ള ചെയിനാണ്. ഏത് ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഈ ഗോപി ഷേപ്പുള്ള ഡ്രോപ്പ് ഷേപ്പുള്ള ക്രിസ്റ്റൽ 2 എണ്ണം, പിന്നെ 4mm സൈസ് വരുന്ന ക്രിസ്റ്റൽസ്, 2mm സൈസ് വരുന്ന ക്രിസ്റ്റൽസ്, എല്ലാം റെഡ് കളർ തന്നെയാണ്. പിന്നെ 2 കുന്താനാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളർ തന്നെ നമ്മൾ സാധാരണ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന ആ ടൈപ്പുള്ള, അതായത് ഹോൾ ഇല്ലാത്ത ടൈപ്പ് 2 കുന്താൻസ്. അത് ഒട്ടിക്കാനായിട്ട് സ്റ്റഡ് ബേസാണ്. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഹെഡ് പിന്നാണ്. അതായത് 2 ഭാഗത്തും ഈ റൗണ്ട് ഷേപ്പിൽ ഒരു ചെറിയൊരു ബോൾ വരുന്ന ഡിസൈനുള്ള ഹെഡ് പിന്നാണ്. ഇത് നമുക്ക് നടുവേ കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. 2 പീസാക്കിയിട്ട് അതിലൊന്നാണ് എടുക്കുക. പിന്നെ ഗ്ലൂ ആണ്, ഫെവിബോണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റഡിൽ ഒട്ടിക്കാനായിട്ടാണ് ഇവിടെ ഗ്ലൂ ആവശ്യമുള്ളത്. പിന്നെ വേണ്ടത് ടൂൾസ്, കട്ടർ, പ്ലെയറും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം. അപ്പോൾ ഈ ചെയിൻ വാങ്ങിക്കുമ്പോൾ ഹോൾസെയിലായിട്ട് അല്ലെങ്കിൽ നമ്മൾ 1 മീറ്റർ 2 മീറ്റർ ഒക്കെ ആയിട്ടായിരിക്കും വാങ്ങിക്കുക. അപ്പോൾ അതിൽ നിന്നും ഇതുപോലെ ഇടയിലുള്ള കണ്ണി സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പീസാക്കി എടുക്കാം. എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്ത് കണക്കാക്കി ഇതിങ്ങനെ ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ലെങ്ത്തിൽ, അതായത് ഇത്രയാണ് ഒരു കമ്മലിന് എടുക്കുന്നത്. ഇത്ര ലെങ്ത്ത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ, അതിനനുസരിച്ചിട്ട്. പിന്നെ മുത്തെടുക്കുക. അതിൽ ഈ ഹെഡ് പിന്ന് കോർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഊരി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഈ മുത്തിന് മാത്രം ഇതുപോലെയുള്ള മുട്ടുസൂചി പോലെയുള്ള ഹെഡ് പിന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് കോർക്കുക. മുത്തിൽ കോർത്ത ശേഷം ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കണക്കാക്കി ബാക്കിയുള്ള ലെങ്ത്ത് നമുക്ക് ഈ ഹെഡ് പിന്നിൻ്റെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ശേഷം പ്ലെയർ യൂസ് ചെയ്തിട്ട് ലൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് നല്ല ഭംഗിയിൽ റൗണ്ട് ഷേപ്പിൽ ലൂപ്പ് വരണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്ത ശേഷം ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് ബാക്ക് സൈഡിലോട്ട് പതുക്കെ തിരിച്ച് നമുക്ക് ലൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യേണ്ട, ഒരു ഹാഫ് ഉണ്ടാക്കി നിർത്തിയിട്ട് നമുക്ക് ഇതിനെ ഈ ചെയിനിൻ്റെ അറ്റത്തുള്ള ആദ്യത്തെ കണ്ണിയിലാണ് കോർക്കുന്നത്. അപ്പോൾ ഏത് ചെയിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നമുക്ക് ഇതുപോലെ കോർക്കാനുള്ള കണ്ണികളുള്ള ചെയിൻ നമുക്ക് ഈ കമ്മലുണ്ടാക്കാൻ യൂസ് ചെയ്യാം. അപ്പം നല്ല ഭംഗിയിൽ നമ്മളിവിടെ ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് നമുക്ക് ഒരു മുത്ത് മാത്രം താഴെ തൂങ്ങുന്ന പോലെ കമ്മൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള 4mm സൈസ് വരുന്ന മുത്തുകൾ ഈ മുത്തിൻ്റെ, ഇപ്പോൾ കോർത്ത മുത്തിൻ്റെ മുകളിലായിട്ട് വരുന്ന പോലെ കോർക്കുകയാണ്. പിന്നെ 2mm സൈസ് വരുന്ന 5 ക്രിസ്റ്റൽസും, അതുപോലെ 10 ക്രിസ്റ്റൽസാണ് ഞാൻ ടോട്ടലായിട്ട് ഒരു കമ്മലിൽ എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി തിക്കായിട്ടിരിക്കണമെന്നുണ്ട് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ മുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ഹെഡ് പിൻ എടുക്കാം. നടുവേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമുക്കിതുപോലെ മുത്തിൽ കോർക്കാം. കോർത്ത ശേഷം ഈ ചെയിനിൽ തന്നെ നമ്മൾ ഏറ്റവും ആദ്യത്തെ കണ്ണിയിൽ ആദ്യത്തെ മുത്ത് കോർത്തു, നെക്സ്റ്റ് കണ്ണിയിൽ ഇപ്പോൾ കോർത്തിരിക്കുന്ന മുത്ത് കോർക്കാം. അതിനുശേഷം തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ മുത്തിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന പോലെ 2-3 ചുറ്റാം. അപ്പോൾ ഈ ഹെഡ് പിന്ന് തിന്നായത് കൊണ്ട് അത് നമുക്ക് കൈ കൊണ്ട് തന്നെ സുഖമായിട്ട് ഇങ്ങനെ ചുറ്റാൻ കിട്ടും. അപ്പോൾ 3-4 ചുറ്റൊക്കെ ചുറ്റിയ ശേഷം ബാക്കി വരുന്ന ഹെഡ് പിന്നിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ അറ്റം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ, അതൊന്ന് പ്ലെയർ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വെക്കാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ മുത്തുമായിട്ട് ചേർന്നിരുന്നോളും. കാണുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ ഹെഡ് പിന്നിലൊരു മുത്ത് കോർക്കുക, എന്നിട്ട് ഈ ചെയിനിൽ കോർക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോർത്തിരിക്കുന്ന മുത്തിൻ്റെ അതേ കണ്ണിൽ തന്നെയാണ് നമ്മൾ ഈ മുത്തും കോർക്കുന്നത്. അതായത് ഈ ഗോപി ഷേപ്പുള്ള മുത്തിൻ്റെ മുകളിൽ കോർക്കുന്ന ആദ്യത്തെ 2 മുത്തുകൾ മാത്രം നമ്മൾ ഒരേ കണ്ണിൽ തന്നെയാണ് കോർക്കുന്നത്. ബാക്കിയെല്ലാം വേറെ വേറെ കണ്ണിലാണ് നമ്മൾ കോർക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇതേപോലെ കോർക്കുക. 2-3 ചുറ്റിയ ശേഷം നമ്മൾ ബാക്കി വരുന്ന വയർ കട്ട് ചെയ്ത് മാറ്റുക. നെക്സ്റ്റ് ഇതുപോലെ പ്ലെയർ യൂസ് ചെയ്തിട്ട് ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മുത്തുകൾ കൂടി കോർത്തിട്ട് ഈ ചെയിനിൽ കോർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഹെഡ് പിൻ ഇതെടുക്കുക, ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ശേഷം മുത്തുകളിൽ അതിലോട്ട് കോർക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ 4mm സൈസ് വരുന്ന വലിയ സൈസ് മുത്തുകളുണ്ടല്ലോ അതാണ് ആദ്യം കോർക്കുന്നത്. അത് 5 മുത്ത് കോർത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ 2mm സൈസിൻ്റെ കോർക്കാം. അപ്പോൾ ഓരോന്നും ഓരോ കണ്ണിയിലാണ് കോർക്കേണ്ടത്. അതായത് നമ്മൾ ഒരു കണ്ണിയിൽ കോർത്താൽ അടുത്ത മുത്ത്
അതിൻ്റെ തൊട്ട് മുകളിലുള്ള കണ്ണിയിലാണ് അടുത്തത് കോർക്കുന്നത്. അപ്പോൾ ഇത്രയും മുത്തുകളാണ് ഞാൻ കോർത്ത് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് വരുന്ന ഭാഗത്താണ് ചെറിയ മുത്തുകൾ കോർത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ക്ലസ്റ്ററായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുത്ത് ഇതിൻ്റെ മുകളിൽ കോർക്കാം. അല്ലെങ്കിൽ ഈ ചെയിനിൽ തന്നെ ഇടയിലായിട്ടും ഓരോന്നും കൂടി കോർത്താലും അതൊരു ഭംഗിയായിരിക്കും. നെക്സ്റ്റ് ഒരു ജംപറിങ് എടുക്കാം. അതൊന്ന് പ്ലെയർ യൂസ് ചെയ്തിട്ട് സൈഡിലോട്ടൊന്ന് അകത്തിയ ശേഷം ഈ ചെയിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ജംപറിങ് കോർക്കാം. നമ്മൾ ഹുക്ക് കോർക്കാനൊക്കെ ആയിട്ടാണ് ഈ ജംപറിങ് ഇവിടെ കോർക്കുന്നത്. കോർത്ത ശേഷം നമുക്ക് ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്മലിനുള്ള സ്റ്റഡിന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് സ്റ്റഡ് ബേസും കുന്താനും എടുക്കാം. നമുക്ക് ഈ സ്റ്റഡ് ബേസിന് മുകളിൽ ഫെവിബോണ്ട് കുറച്ചാക്കിയിട്ട് അതിൽ കുന്താൻ ഒട്ടിക്കുക. അത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. അപ്പോൾ ഈസിയാണ്. അപ്പോൾ ഫെവിബോണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫാബ്രിക് ഗ്ലൂ ഒന്നും ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കില്ല. നമ്മൾ മെറ്റൽ പീസിലൊക്കെ ഒട്ടിക്കുമ്പോൾ ഫെവിബോണ്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ സ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് ജംപറിങ്ങിൽ ഇങ്ങനെ കോർത്തിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹുക്ക് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ജംപറിങ് അവിടെ കോർക്കേണ്ട ആവശ്യമില്ല. ഈ ഹുക്കിൻ്റെ ലൂപ്പിൻ്റെ അകത്തിയിട്ട് അതിൽ കോർക്കാം. പക്ഷേ ഈ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഹുക്കിനേക്കാൾ ഭംഗി ഇതുപോലെ സ്റ്റഡിനെ ആയിരിക്കും. എനിക്ക് സ്റ്റഡാണ് ഇഷ്ടം. ഹുക്ക് ഇങ്ങനെ ഇടുന്ന കമ്മലുകൾ അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് തന്നെയായിരിക്കും ഭംഗി. ഇനി ഇയർ ഹുക്ക് നമ്മൾ യൂസ് ചെയ്യാൻ റെഡിമെയ്ഡ് ഇല്ലെങ്കിൽ നമ്മുടെ ഐപ്പിന് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഇയർ ഹുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലെ പെന്നിലോ പെൻസിലോ ഏതെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ളിൽ വെച്ച് ഇതുപോലെ വളച്ചെടുക്കുക. നമ്മൾ ഈ ഹുക്കിൻ്റെ അതേ ഷേപ്പിലെടുക്കുക. ജസ്റ്റ് ഈ അറ്റം ഒന്ന് സൈഡിലോട്ടൊന്ന് കൂടി ഒന്ന് വളയ്ക്കുക. വളച്ച ശേഷം നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കമ്മലിട്ട ശേഷം ടൈറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ചിലരുടെ കമ്മലിന് ഇങ്ങനെ ഹോൾ കുറച്ച് താഴെ അല്ലെങ്കിൽ മുകളിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലെങ്ത്ത് കണക്കാക്കി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുപോലെ റിങ്ങിൽ കോർക്കുമ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഈ ജംപറിങ് കാണും. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ അത് ചെറിയ കണ്ണി യൂസ് ചെയ്യാം. ജംപറിങ് ഏറ്റവും ചെറുതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളത് നമുക്കിതിങ്ങനെ റൗണ്ട് ചെറുതാക്കുന്നത് പ്രസ് ചെയ്തിട്ട് പ്ലെയർ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ റൗണ്ട് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ സ്റ്റഡ് കോർക്കുന്ന സമയത്ത് ആ റിങ് കാണില്ല. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ഡിസൈനാണ്. ഇതിപ്പോൾ കടയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ ഇതിനൊക്കെ നല്ല വിലയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മുത്തോ ക്രിസ്റ്റലോ എന്താണെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള കമ്മൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. കമ്മൽ ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.